ഹലോ ഓൾ, ഇന്നിവിടെ മത്സരിക്കുന്ന ഇരു ടീമുകൾക്കും പ്രിൻസിപ്പലായ എന്റെ അഭിനന്ദനങ്ങൾ നേരുന്നു. ഇന്നിവിടെ മത്സരിക്കാൻ പോകുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ടീമുകൾ എ, ബി എന്ന ടീം പേരുകളിൽ അറിയപ്പെടുന്നു. എയുടെ ലീഡർ മിസ്റ്റർ പാർവതിയും ബിയുടെ ലീഡർ ക്ലാരയുമാണ്. അപ്പൊ എല്ലാവരും ഇരു ടീമെയും പ്രോത്സാഹിപ്പിക്കൂ. ആദ്യം തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ വിഭവങ്ങളെ കുറിച്ച് 4 വരികൾ പറയൂ. അവയെ കുറിച്ച് ഒന്ന് വർണ്ണിക്കൂ. എങ്ങനെയാണ് ഈ കൂട്ടർ തയ്യാറാക്കിയത് എന്നിങ്ങനെ പറയൂ. ആദ്യം എ ടീം പറയുക. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് കപ്പയും പിന്നെ സദ്യയുമാണ്. ഇത് നമ്മുടെ കേരള സ്റ്റൈലിലെ ഏറ്റവും മുഖ്യമായ 2 വിഭവങ്ങളാണ്. സദ്യ എന്ന് പറയുന്നത് എല്ലാ പരിപാടികളിലും ഏതൊരു പരിപാടി നോക്കുകയാണെങ്കിലും അവിടെ സദ്യ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും സദ്യയാണ് ഉണ്ടാവുക. അപ്പൊ അതിന് പ്രധാന കൂട്ടുകളായ അവിയൽ, തോരൻ, പ്രഥമൻ അങ്ങനെ എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ആകെ 2 വിഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് അതിന് ടൈമേ കിട്ടിയുള്ളൂ. ഏത് ടീം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഞങ്ങൾ കൺഗ്രാറ്റ്സ് പറയുന്നു. പിന്നെ കപ്പ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മലയാളികളുടെ വികാരമാണ്. കപ്പ ഞങ്ങളെ കൊണ്ട് ഇത്ര ഉണ്ടാക്കാൻ സാധിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് വെറും 2 മണിക്കൂറായിരുന്നു. സദ്യ ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് കൂട്ടാനുകൾ അതിന് വേണം. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഏത് ടീം നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മിക്കവാറും അവർ കപ്പ കൊണ്ടുപോകും തോന്നുന്നുണ്ട്. നമ്മുടെ കപ്പയെ കുറിച്ച് പറയാൻ ഇനിയും ഉണ്ട്. കപ്പ എന്ന് പറയുന്നത് എല്ലാ മലയാളികളുടെയും ഒരു ഫേവറേറ്റ് വിഭവമാണ് കപ്പ. ഏതൊരു മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളുടെ എന്താ പറയുക ചാർട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ കപ്പയും സദ്യയും ഉണ്ടായിരിക്കും. അതിനൊരു ഡൗട്ടും ഇല്ല. കപ്പയും സദ്യയും ഇല്ലാത്ത ഒരു പരിപാടിയും നമ്മൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ മുസ്ലിം സമ്പ്രദായത്തിലാണെങ്കിൽ കപ്പ നിർബന്ധമാണ്. അത് നമ്മുടെ സമ്പ്രദായത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സദ്യയും വളരെയധികം ഭയങ്കര ആക്റ്റീവാണ് സദ്യയും. അപ്പൊ എനിക്ക് ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. വളരെ നന്നായി പറഞ്ഞു പാർവതി. ബി ടീമിനെ ക്ലാരിക്കാൻ അടുത്ത ചാൻസ്. നന്നായി പറഞ്ഞു. 2 വിഭവങ്ങളാണെങ്കിൽ 10 വിഭവങ്ങളാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇനി ബി ടീം പറയുക. ക്ലാര പറയൂ. നിങ്ങളോട് പറയാനുള്ളത് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. മൈ ഫേവറേറ്റ് ഫുഡ് വാസ് ഫാസ്റ്റ് ഫുഡ്. എനിക്ക് നാട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണം ഇഷ്ടമല്ല, പ്രത്യേകിച്ച് സദ്യ. എനിക്ക് സദ്യയെ കുറിച്ച് ആലോചിക്കുന്നത് എന്നെ ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് കേട്ടിട്ട് ഞങ്ങളുടെ ലക്കിയാണ്. ഞങ്ങൾക്ക് കുറെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു. ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു വന്ന് ഉണ്ടാക്കിയതാണ്. എല്ലാം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഞങ്ങൾക്ക് തന്നെ ഫസ്റ്റ് പഠിക്കും തോന്നുന്നുണ്ട്. അവർ 2 വിഭവങ്ങൾ ഉണ്ടാക്കിയത് സദ്യയൊക്കെ കഴിഞ്ഞാൽ എനിക്ക് ഛർദ്ദിക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഞങ്ങളുടെ ഈ സ്റ്റൈൽ ഫുഡ്സ് ആണ്. ഞങ്ങൾ അമേരിക്കയിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. ഇതിൽ ടേസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ നമുക്ക് നല്ല ഫാറ്റി ആയിട്ടുള്ള ബോഡി ഉണ്ടാവുന്നുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അതിന് എക്സസൈസ് ചെയ്ത് അത് കുറച്ച് പോകുന്നുള്ളൂ. അല്ലാതെ ഫാസ്റ്റ് ഫുഡിന് വേറെ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ കേരള സ്റ്റൈൽ ഫുഡ് ഉണ്ടാക്കിയ അവരെക്കാളും ഞങ്ങൾക്കായിരിക്കും സ്കോർ കിട്ടാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ഫുഡ് വളരെ ടേസ്റ്റി തന്നെയാണ്. ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുന്നതാണ്. സാധാരണക്കാരൊന്നും അങ്ങനെ പതിവായി കഴിക്കാറില്ല. എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ പിസ്സ നോക്കുവാണെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഫേമസ് ആണ്. അതേപോലെ ഈ ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല പിസ്സ. പിസ്സ എന്ന് പറയുന്നത് ലോകം ഒട്ടാകെ പടർന്ന് കത്തി നിൽക്കുന്ന ഒരു വിഭവമാണ് പിസ്സ. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എസ്പെഷ്യലി മൈ ഫേവറേറ്റ് ഫുഡ് ഇസ് പിസ്സ. എന്താണെന്നറിയില്ല, പിസ്സക്ക് വല്ലാത്ത ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഭയങ്കര റീച്ച് ആയിട്ടുള്ള ബിസിനസ് മാൻ, ഡോക്ടേഴ്സ് അവർക്കൊക്കെ ഇതായിട്ട് ഫേവറേറ്റ്. പിന്നെ ബർഗർ എന്ന് പറയുന്നത് ഭയങ്കര റീച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ ഫുഡും റീച്ച് ആയിട്ടുള്ള ബർഗർ എസ്പെഷ്യലി ഫസ്റ്റ് വൺ. ഗൂഗിളിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് എടുത്തു നോക്കിയാൽ ആദ്യം വരുന്നത് ബർഗർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബർഗർ എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ നല്ലൊരു വിഭവം തന്നെയാണ്. എല്ലാ രാജ്യക്കാരും പിസ്സയെ പോലെ തന്നെ ഏറ്റുവാങ്ങിയൊരു വിഭവമാണ് ബർഗർ. ഉണ്ടാക്കിയ ഒരു കഥ ഞാൻ പറയാം. ഒരു റാണിക്ക് വേണ്ടി ഒരു തോഴി ബ്രെഡ് ഉണ്ടാക്കിയായിരുന്നു. ആ ഒരു വിഭവം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ബ്രെഡ് വെച്ച് അതിന് മേലിൽ മുട്ട വെച്ച് തക്കാളി വെച്ച് ബ്രെഡ് വെച്ച് അങ്ങനെയൊക്കെയാണ്. ഈ ബർഗറിനൊരു ചരിത്രം തന്നെയുണ്ട്. എനിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഞങ്ങളുടെ ടീം ജയിക്കുന്നത് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ക്ലാര മോളുടെയും ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വിന്നറെ തീരുമാനിക്കാനുള്ള ടൈമാണ്. അപ്പൊ നമുക്ക് ഗസ്റ്റിനെ സ്വാഗതം ചെയ്യാം. പ്ലീസ് കം ടു ദ സ്റ്റേജ്. നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സത്യസന്ധനും സത്യശീലനും അത്യാവശ്യം മാജിക്കുകളും ഒക്കെ അറിയാവുന്ന നമ്മുടെ സ്വന്തം പള്ളിയിലെ അച്ഛനാണ്, ഫാദറാണ്.
നമ്മുടെ ഗസ്റ്റ് പെയിൻ ഗസ്റ്റ് എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസിനെ വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഫാദറിനെ വിളിക്കുന്നത്. കാരണം ഫാദർ സത്യസന്ധമായിട്ട് നമുക്ക് റിസൾട്ട് തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാദറിനെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. പ്ലീസ് കം ടു ദി സ്റ്റേജ് സർ. സർ ഞങ്ങൾക്ക് സത്യസന്ധമായ റിസൾട്ട് തരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സാറിന് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? ഞാൻ സത്യസന്ധമായി ഇവിടെ റിസൾട്ട് വെക്കുകയുള്ളൂ. കള്ളത്തിന് ചെയ്തവരെയും നല്ല ചെയ്തവരെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ കള്ളത്തിന് ചെയ്തവരൊക്കെ പേടിക്കണം. ഞാൻ പലതും കണ്ടിട്ടും അറിഞ്ഞിട്ടുമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും.